ടീമേ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. വിളിക്കാത്തൊരു കല്യാണം കൂടാൻ വേണ്ടി വന്നേക്കണേ കേട്ടാ. ഈ കല്യാണത്തിന് ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ കല്യാണത്തിന് ഫുഡ് ഉണ്ടാക്കുന്ന കാറ്ററിംഗ് ടീമാണ് കേട്ടോ. മെയിനായിട്ട് ഞാനത് ഇവർ കൊടുക്കാൻ കാരണം വിറകടപ്പിലാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടത്തേക്ക് ടേസ്റ്റ് ആയിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇവൻ്റാണ് നടത്തുന്നത്. അതിന് മുമ്പ് നമുക്കൊന്ന് ഫുഡൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അവർ നടത്തുന്ന ഒരു കല്യാണത്തിൻ്റെ ഇവൻറ്റിലേക്കാണ് പോകുന്നത്. കാറ്ററിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയേട്ടാ. കാരണം ഞാൻ ഇവർക്കാണ് കാറ്ററിംഗ് കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടൊന്നും മനസ്സിലാക്കണമല്ല. ഇവർ 2000 പേരുടെ പരിപാടിയാണ് നടത്തുന്നത്. എൻ്റെ പരിപാടി അത്രത്തോളം പരിപാടിയാണ്. അപ്പോൾ ഇവർ 75ഓളം സ്റ്റാഫുകളാണ് എന്നുള്ളത് കാറ്ററിങ്ങിൻ്റെ ടീം. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്റ്റാർട്ടറാണ് കേട്ടോ. ജ്യൂസുകളാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈവ് ജ്യൂസുകളാണ്. പിന്നെ ക്ലയൻറ്റ് പറയുന്നതനുസരിച്ച് ജ്യൂസിൻ്റെ എണ്ണമൊക്കെ വർദ്ധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ജ്യൂസ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാർട്ടറായിട്ട് കട്ട്ലൈറ്റ് ഉണ്ട് കേട്ടോ. കട്ട്ലൈറ്റൊക്കെ ലൈവ് ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ പ്രീമിയം ഹോട്ടലൊക്കെ ചെല്ലുമ്പോഴത് കാണുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കല്യാണത്തിന് കൊടുക്കുന്ന ഫുഡിൻ്റെ മെനു ആണിത്. രാവിലെ ഒരു 11:30 മണിയായപ്പോൾ തന്നെ അവിടെ ഫുഡ് കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഒരേ സമയത്ത് തന്നെ 400 പേരൊക്കെ ഇരുത്തിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അത്ര സ്റ്റാഫുകളുണ്ടേ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡാണ് കേട്ടോ ടീമേ. ഒടുക്കത്തെ ടേസ്റ്റാണ്. വിറകടപ്പിലാണ് ഇവർ വെച്ചേക്കുന്നത്. ഞാൻ ചെന്നിട്ട് കിച്ചണിൽ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇത് കണ്ടാക്കും. ആദ്യം കഴിക്കുന്ന ബീഫ് ബിരിയാണിയാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണി കാണുമ്പോൾ തന്നെ അറിയാലോ ടീമേ. വിറകടപ്പിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി കൊടുക്കുമ്പോൾ ഇത്തിരി ചൂടി കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി റൈസും മസാലയുടെ കുത്തലൊന്നുമില്ല. ഉള്ള കാര്യം പറയാലോ ടീമേ. ബീഫ് ബിരിയാണി പൊളിയാണ്. അടുത്ത ഐറ്റം കാത്തൽ ചിക്കനാണ് കേട്ടോ. കാത്തൽ ചിക്കൻ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. അതും വിറകടപ്പിൽ വെച്ചാറിനാണ്. ഞാൻ എറണാകുളം മാമംഗലത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. മാമംഗലത്തിൽ നിന്ന് കഴിച്ചതിനെക്കാട്ടും ടേസ്റ്റ് കേട്ടോ. പൊളി സാധനം. പിന്നെ കഴിച്ചത് ചിക്കൻ മന്തിയാണ് കേട്ടോ. ആ മന്തി റൈസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് വിറകടപ്പിനാണ് കേട്ടോ. ഞാൻ മന്തി കഴിക്കാത്തതാണ്. എന്നാലും ഭയങ്കര ടേസ്റ്റ് തോന്നി എനിക്ക്. ഈ ഐറ്റം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ട്. ഫിഷാണ് കേട്ടോ. ഫിഷ് തവ ഫ്രൈ ആണ്. അടിപൊളി മസാലയൊക്കെ ഇട്ട് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നമുക്ക് ഫ്രഷ് മീൻ കണ്ടാൽ അറിയാമല്ലോ. കഴിച്ചാലും അറിയാം. അടിപൊളി ഫിഷ് കഴിക്കാൻ പറ്റി. ഇവർ കേരളത്തിൽ എല്ലായിടത്തും വന്ന് ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ 2000 പേരുടെ പരിപാടി മാത്രമല്ല, 100 പേരുടെ പരിപാടിയാണെങ്കിലും വന്ന് ചെയ്തു തരും കേട്ടോ. ഞാനൊരു കാര്യം ഉറപ്പുവരാം. വിറകടപ്പിൽ വെക്കണ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. 2000 പേരുടെ പരിപാടിയാണെങ്കിൽ ആൾക്കാർ കഴിച്ച് പോകുന്നത് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ആ തിരക്ക് ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് അവർ മാനേജ് ചെയ്യണത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ എവിടെ എന്ത് പരിപാടിക്ക് പോയാലും അമ്മച്ചിട്ട് ഇത്തിരി ചോറ് വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോറും ഉണ്ട് കേട്ടോ. ചോറിന് അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട്. സാമ്പാറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി. ചോറൊക്കെ കഴിച്ചപ്പോൾ തൃപ്തിയായി. പിന്നെ നമ്മുടെ മധുരങ്ങളാണ് കേട്ടോ. മധുരം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പാലട ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാലട ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പറായിരുന്നു. ഞാൻ എല്ലാ ഫുഡൊന്നും കാണിച്ചിട്ടില്ല. ഇവരുടെ ഡെക്കറേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഫുഡ് കൗണ്ടറൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് ഇവൻ്റ് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇവരെ ഏൽപ്പിക്കാം കേട്ടോ. ഫുഡ് കൊള്ളൂല എന്നുള്ള പരാതി പറയില്ല. കാരണം ഞാൻ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ ടീമേ. നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ വെളുപ്പിന് 4 മണിക്ക് വന്നതാണ് ഇവരുടെ കിച്ചണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഇവരുടെ കിച്ചണിൽ നിന്ന് കണ്ടാലോ. എൻ്റെ പേര് റിയാസ്. ടൊക്കാഡോ കിച്ചൺ കാറ്ററിംഗ്സ് ആൻഡ് ഇവൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇത് ഞങ്ങളുടെ ഷെഫ് സജീർ നിലമ്പൂർ. ഞങ്ങൾ സാധാരണ കുക്ക് ചെയ്യാറ് കണ്ടില്ലേ, വിറകടുപ്പിലാണ് ഞങ്ങൾ സാധാരണ കുക്ക് ചെയ്യാറ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ലോലി കുക്കാവുന്നതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും ഫുഡ്. അതുപോലെ തന്നെ ഞങ്ങൾ മസാല പച്ച മസാലയിലാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചിയാണെങ്കിലും മീറ്റാണെങ്കിലും മസാലകളാണെങ്കിലും ഒന്നും വേവിക്കാതെ റൈസ് ഹാഫ് കുക്കിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് 4 മണിക്കൂർ ദമ്മിൽ കിടന്ന് ആവുന്നതോട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തലേദിവസം വന്നിട്ടാണ് ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. വെളുപ്പിനാകുമ്പോഴാണ് വിറകടപ്പൊക്കെ കത്തിച്ച് സാധനം കുക്കിംഗ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നല്ല ലൈവായിട്ട് ചൂടായിട്ട് കൊടുക്കാൻ പറ്റും. ബിരിയാണി ദമ്മിട്ടങ്ങനെ ചെമ്പ് വേണ്ട, ചെറിയ ചെറിയ ചെമ്പാണ് കേട്ടോ. അതുകൊണ്ട് ടേസ്റ്റ് കൂടും കേട്ടോ. ഇതൊക്കെ ഭയങ്കര പ്ലസ് പോയിൻ്റാണ് കേട്ടോ. ഫിഷ് തവ ഫ്രൈ ഒക്കെ ലൈവായിട്ട് അടിച്ചിട്ടിരിക്കണേ കേട്ടോ. തിരുമ്പോൾ ചൂടോടെ കൊടുക്കും. കാത്തൽ ചിക്കനൊക്കെ ലോഡ് കണക്കിനാണ് ചെയ്ത് വെച്ചേക്കണ. ടേസ്റ്റ് കൂടി ആരണേ ആൾക്കാർ വീണ്ടും മേടിച്ച് കഴിക്കണേ. ഞാൻ കയറേണ്ടി ഞാൻ ടീമേ. ഇവരെ ബുക്ക് ചെയ്തോട്ടാ. വിറകടുപ്പ് വെച്ചുള്ള ടേസ്റ്റ് ഇല്ലേ, 1.5 ടേസ്റ്റ് ആണ് കേട്ടോ.